അങ്ങനെ ഒരു മഴക്കാലം കൂടി വന്ന് ഇന്ത്യൻ റെയിൽവേയുടെ സമയങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട്. ഉച്ചയ്ക്ക് 1:30ക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് ഇപ്പോൾ രാവിലെ 10:30ക്ക് മാറ്റിയിട്ടുണ്ട്. ഞാൻ ജൂൺ 4-ാം തീയതി ബുക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ ടൈം ഉച്ചയ്ക്ക് 1:30 ആയിരുന്നു. ഇപ്പോൾ പെട്ടെന്നാണ് മെസ്സേജ് വന്നത്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ പോയി 10:30 ആകുമ്പോൾ തന്നെ എത്തി. പ്ലാറ്റ്ഫോം നമ്പർ 4-ലായിരുന്നു ട്രെയിൻ വന്നത്. അതിനുശേഷം ട്രെയിൻ പുറപ്പെട്ടു. ഇപ്പോൾ നമ്മൾ ഏകദേശം KSRTC സ്റ്റാൻഡ് പുറപ്പെട്ടിരിക്കുകയാണ്. ഇതാണ് എറണാകുളം KSRTC സ്റ്റാൻഡ്. ഇപ്പോൾ കുറച്ച് പെയിൻ്റൊക്കെ അടിച്ച് മോഡിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്. എങ്കിലും അതിൻ്റെ ബസ് സ്റ്റാൻഡിന് ചുറ്റുപാടൊക്കെ പഴയതുപോലെ തന്നെ. റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്തുള്ള ഒരു ബസ് സ്റ്റാൻഡാണെങ്കിലും വലിയ വൃത്തിയും പരിപാടിയൊന്നും ഈ റെയിൽവേ സ്റ്റേഷനിൽ ഇല്ല എന്നത് ഒരു സത്യമാണ്. അങ്ങനെ നമ്മൾ ആലുവ പാലം കഴിഞ്ഞിരിക്കുകയാണ്. റെയിൽവേയിൽ രാവിലെ ആയതുകൊണ്ടാണെന്നും അറിയില്ല, ഇപ്പം ആൾക്കാർ വളരെ കുറവാണ്. എൻ്റെ കമ്പാർട്ട്മെൻറ്റിലാണെങ്കിൽ വളരെ ആൾക്കാർ കുറഞ്ഞിട്ടായില്ലേ. ഞാൻ അവിടെ ഇവിടെയൊക്കെ ഇതിന് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തും. അങ്ങനെ TTR വന്നു. TTR വന്നിട്ട് നമ്മുടെ സീറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. പുറത്താണെങ്കിലും രാവിലെ നല്ല മഴയുണ്ടായിരുന്നു, പക്ഷേ ഇപ്പം നല്ല തെളിഞ്ഞു വന്നിട്ടുണ്ട്. അങ്ങനെ ആൾക്കാരൊക്കെ ഓരോ സ്റ്റേഷനിൽ കയറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സമയം ഏകദേശം 10-12 മണിയാകാനായി. ബിരിയാണി പരിപാടിയൊക്കെ കമ്പാർട്ട്മെൻറ്റിലൂടെ വന്ന് വേണോ ചോദിച്ചു പോകുന്നുണ്ട്. നമ്മൾ പാസ് ചെയ്ത് പോകുന്ന ഈ ട്രെയിൻ 26:30 ശബരി എക്സ്പ്രസ് ഇത് തിരുവനന്തപുരത്തേക്ക് പോകുന്ന എക്സ്പ്രസ് ആണ്. സമയം ഇപ്പോൾ ഏകദേശം 12 മണി ആകാനായി. ഒരു കാപ്പി കുടിക്കാൻ തോന്നി, ഒരു കാപ്പി മേടിച്ചു. കൂടെ ഞാനൊരു വട കൊണ്ടുപോയി, ആ വടിയും എടുത്തു. പിന്നെ അങ്ങനെ ഞാൻ ഏതായാലും എൻ്റെ സീറ്റിലേക്ക് തന്നെ പോയിരുന്നു. 72-ാം നമ്പർ സീറ്റ്, സൈഡ് അപ്പർ ബർത്ത്. ഞാൻ അധികം എടുക്കുമ്പോൾ സൈഡ് അപ്പർ ബർത്താണ് എടുക്കുന്നത്, എന്നാൽ നമുക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാം. കൂടാതെ ഞാൻ ഒരു മൊബൈലിൽ ഒരു സിനിമയും കണ്ടു. നമ്മുടെ മധുവിധു ഷർഫുദ്ദീൻ നായകനായ ഈ സിനിമ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സിനിമയാട്ടോ. കുറച്ച് കോമഡിയും പരിപാടിയൊക്കെ ഉണ്ട്. അങ്ങനെ ചിരിച്ച് സിനിമ കണ്ടു. അങ്ങനെ വീണ്ടും നോക്കുമ്പോൾ വിശപ്പിൻ്റെ വിളിയെത്തി. ഉച്ചയ്ക്ക് ഫുഡ് വേറെ ഒന്നും മേടിച്ചില്ല. ഞാൻ ഒരു സാൻഡ്വിച്ചും കൂടി പോയിട്ടുണ്ടായിരുന്നു ബാഗിൽ. അങ്ങനെ ഒരു സാൻഡ്വിച്ചും എടുത്ത് വീണ്ടും സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. കൂടെ ഒരു കുപ്പി വെള്ളം മേടിച്ചു. ഇപ്പം വെള്ളത്തിന് റെയിൽവേയിൽ 13-14 രൂപയായിട്ടാണ്. അങ്ങനെ സിനിമ ഇങ്ങനെ കണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നു. കമ്പാർട്ട്മെൻറ്റിലൊക്കെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. TTR വീണ്ടും വന്ന് ചെക്കിങ്ങൊക്കെ വന്നു. അപ്പോൾ നമ്മൾ സീറ്റ് നമ്പറൊക്കെ പറഞ്ഞു. ഇപ്പോൾ അങ്ങനെ നമ്മൾ ഏകദേശം കണ്ണൂരെത്താനായി. അതിനിടയ്ക്ക് തന്നെ ഞാൻ റെയിൽവേ സ്റ്റേഷന് അവിടെയൊക്കെ പോയിട്ട് ഈ നമ്പറും ഇതൊക്കെ എന്താണ് എഴുതിനൊക്കെ നോക്കുമ്പം ഈ സംഭവം അങ്ങനെ നമ്മൾ കണ്ണൂരെത്തി. കണ്ണൂർ ഇതാ നമ്മളെ റെയിൽവേ സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡ് അങ്ങനെ കാണാം. അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി. സമയം സാധാരണ നമ്മൾ എത്തുന്നതിലും ഒരു 3/4 മണിക്കൂർ ലേറ്റ് ആയിട്ടുണ്ട്. സ്റ്റേഷൻ ഇറങ്ങിയ ഫ്രണ്ടിൽ തന്നെ നമുക്കൊരു അമ്പലം കാണാം. അതിന് തൊട്ട് മുന്നോട്ട് നടക്കുമ്പോൾ അതായത് ഇപ്പോൾ ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന പ്രിയദർശിനി വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു. കൂടാതെ ഞാൻ മുന്നോട്ട് നടക്കുമ്പോൾ കണ്ണൂർ കോക്ടെയിലിൻ്റെ ഒരു ഷോപ്പ് ഉണ്ട്. അവിടെ നിന്ന് ഒരു കണ്ണൂർ കോക്ടെയിലും കഴിച്ചു. ഇതാണ് താവക്കര ബസ് സ്റ്റാൻഡ്. KK ബിൽഡേഴ്സാണ് ഇത് പണി കഴിപ്പിച്ചിട്ട്. അങ്ങനെ ഞാൻ നിൽക്കുമ്പോൾ നമ്മുടെ നാട്ടിലേക്കുള്ള ബസ് കണ്ടും. ബസ്സിലേക്ക് കയറി. ബൈ.